വേണുഗോപാലും ചെന്നിത്തലയും പുറത്ത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 10 ദിവസം നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി കസേര വി.ഡി. സതീശന്. പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനെതിരെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിലും UDF-ലും ഉടലെടുത്ത അസാധാരണ സാഹചര്യം പരിഗണിച്ച ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഡൽഹിയിലും സംസ്ഥാനത്തും പല തട്ടിൽ നീണ്ട ചർച്ചകളും പ്രതിഷേധങ്ങളും UDF വിജയത്തിന്റെ ശോഭ കെടുത്തിയതോടെ ഇനിയും വൈകാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. സർക്കാർ രൂപീകരിക്കാത്തതിനാൽ മന്ത്രിയില്ലാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ ഫലപ്രഖ്യാപനം നടത്തുന്നത്. ബുധനാഴ്ച പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് അന്തിമ ഫലം വിലയിരുത്തി അംഗീകാരം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൊട്ടിത്തെറിച്ച KC വേണുഗോപാൽ പക്ഷം. വേണുഗോപാലിനെതിരെ വ്യാജ പ്രചരണം നടത്താൻ ഒരു കേന്ദ്രം പ്രവർത്തിച്ചെന്നും ഇതേക്കുറിച്ച് കോൺഗ്രസ് അന്വേഷിക്കണമെന്നും നിയുക്ത റാന്നി MLA പഴകുളം മധു പറഞ്ഞു. വേണുഗോപാലിനെതിരെ വലിയ തോതിൽ PR വർക്ക് നടന്നെന്ന് നിയുക്ത ചടയമംഗലം MLA MM നസീറും തുറന്നടിച്ചു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയുടെ പശ്ചാത്തലത്തിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തി അറിയിച്ച മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്റെ സീനിയോറിറ്റി പരിഗണിക്കുകയോ പാർട്ടിയിൽ അച്ചടക്കം പാലിച്ചു നിന്നിട്ടും അവഗണിച്ചെന്നും ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തോട് പരാതിപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് ചെന്നിത്തല അറിയിച്ചതായും സൂചനകളുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തിന്റെ പ്രധാന ശില്പി KC വേണുഗോപാലാണെന്നും വിജയത്തിനാവശ്യമായ ബുദ്ധിയും സമ്പത്തും നൽകിയത് അദ്ദേഹമാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു ഭാഗ്യദോഷിയാണ്. അദ്ദേഹം അവഗണിക്കപ്പെട്ടു. പുതിയ സർക്കാരിൽ മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാതിനിധ്യമുണ്ടാകും. ഒരു ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ 3ാം ഘട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. കേരളം, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ, ബീഹാർ എന്നിവയും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദവിയേൽക്കും മുൻപേ ജനങ്ങൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വക മുന്നറിയിപ്പ്. വരാനിരിക്കുന്നത് ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുന്ന കാലമാണെന്നായിരുന്നു ആന്റണി ഓർമ്മിപ്പിച്ചത്. ജനങ്ങൾക്കായി ആദ്യമേ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തരുതെന്ന താക്കീതും സതീശന് ആന്റണി നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം തന്നെ കാണാനെത്തിയ വി.ഡി. സതീശനൊപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആന്റണി ഇക്കാര്യം വ്യക്തമാക്കിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് കഷ്ടമായി പോയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വിഷയത്തിൽ ലീഗ് ഇടപെട്ടത് ശരിയായില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെട്ടില്ല. തീരുമാനം ഇതായിരുന്നുവെങ്കിൽ ഇത്രയും വൈകിപ്പിച്ചത് എന്തിനാണെന്നും സുകുമാരൻ നായർ ചോദിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ ഇനി അനുവദിക്കില്ലെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ സായുധ സേനയുടെ സംയുക്ത മേൽനോട്ടത്തിലാണെന്ന് സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.